അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യാത്ര ഒരു പഴങ്കഞ്ഞി കട തിരക്കിയാണ്. ഇതിന് മുന്നേ ഞാൻ ഏട്ടനും കൂടെ ഒരു കടയിൽ നിന്ന് പഴങ്കഞ്ഞി കുടിച്ചായിരുന്നേ. അപ്പോൾ ഇന്ന് മക്കളെയും അമ്മയും കൂടെ കൊണ്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഈ സ്ഥലം വെള്ളറട റോഡ് ഞെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കടയുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നല്ല, ഒരുപാട് കടയുണ്ട്. പുഴമീനും പഴങ്കഞ്ഞിയൊക്കെ കിട്ടുന്ന ഒരുപാട് കടയുണ്ട്. നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് കുറേ പുഴമീൻ കാണിച്ചു തരും കേട്ടോ. നമ്മളിതാ ഈ ഒരു മീനാണ് സെലക്ട് ചെയ്തത് കേട്ടോ. ഇനി ഒരുപാട് മീൻ ഇരിപ്പുണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. കരിമീനുണ്ട്, പിന്നെ കട്ടള എന്ന് പറയുന്ന മീനുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴും തന്നെ അവരത് നമുക്ക് കട്ട് ചെയ്ത് ഫ്രഷായിട്ട് പൊരിച്ച് തരുവേ. അപ്പോൾ ഇതാ വലിയ മീൻ മുഴുവനോടെ വേണമെങ്കിൽ അങ്ങനെ പൊരിച്ച് തരും, കട്ട് ചെയ്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് പൊരിച്ച് തരും. നമ്മൾ കട്ട് ചെയ്ത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അതിനവർ കട്ട് ചെയ്ത് പൊരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പുഴയുടെ സൈഡിലാണ് കേട്ടോ ഈ കട വരുന്നത്. നമുക്ക് പുഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ പുഴയൊക്കെ കണ്ടപ്പോൾ മക്കൾ അമ്മ പോട്ടാ കാലൊക്കെ ഇടട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് വെള്ളത്തിൽ. ഞാൻ പറഞ്ഞ് മുതലുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോഴിതാ നമ്മുടെ പഴങ്കഞ്ഞി വന്നു കേട്ടോ. അപ്പോൾ പഴങ്കഞ്ഞിയുടെ അകത്ത് നമ്മുടെ കപ്പയുണ്ട്, പിന്നെ സവോള ഇട്ടിട്ടുണ്ട്, പിന്നെ തൈരുണ്ട്, പിന്നെ അച്ചാറുണ്ട് കേട്ടോ, നമ്മുടെ മാങ്ങ അച്ചാർ, പിന്നെ പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ വേറൊരു പാത്രത്ത് കുറച്ച് മീൻ കറി, പിന്നെ മുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി, പിന്നെ ഒരു ഉണക്ക മീൻ, പിന്നെ അച്ചാർ ഇതുണ്ട്. അങ്ങനെ ഇതാ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത് കൊണ്ടുവന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മുരുമുരായിരുന്നു കേട്ടോ മീൻ. ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് കരുതിയില്ല കേട്ടോ അത് കട്ട് ചെയ്ത് പൊരിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്കും എല്ലാവർക്കും നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ ബാക്കി വന്ന മീനും കൂടെ ഞങ്ങൾ പാർസൽ എടുത്ത് കേട്ടോ. എല്ലാ മീനും കഴിക്കാൻ പറ്റിയില്ലേ, അങ്ങനെ ബാക്കിയുള്ള മീൻ പാർസൽ എടുത്ത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.